ഈശോയുടെ തിരുക്കല്ലറ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ നിന്ന് മധ്യകാലഘട്ടത്തിലെ അൾത്താര കണ്ടെത്തി. മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ കലകളിലേക്കും പരിശുദ്ധ സിംഹാസനവും വിശുദ്ധ നാടും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധത്തിലേക്കും വെളിച്ചം വീശുന്നതാണ് ഈ അപ്രതീക്ഷിത കണ്ടെത്തലെന്ന് ഓസ്ട്രിയൻ അക്കാദമി ഓഫ് സയൻസസ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. 1149 വെഞ്ചരിച്ച ഈ അൾത്താരയ്ക്ക് 3.5 മീറ്റർ വീതിയുണ്ട്. ഇതുവരെ കണ്ടെത്തിയ മധ്യകാലഘട്ടത്തിലെ അൾത്താരകളിൽ ഏറ്റവും വീതി കൂടിയ അൾത്താരയാണിത്. റോമൻ വാസ്തുകല ഉപയോഗിച്ചിരുന്ന ദേവാലയത്തിൻ്റെ ഭാഗം 1808 അഗ്നിബാധയിൽ നശിക്കുന്നതുവരെ ഈ അൾത്താര തീർത്ഥാടകർക്ക് സംലഭ്യമായിരുന്നു. പിന്നീട് ഒരു സ്ലാബിനടിയിലായി പോയ ഈ അൾത്താരയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇത്രയും കാലം കണ്ടെത്തിയില്ല എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണെന്ന് പുനരുദ്ധാരണ പ്രവർത്തനത്തിനിടയിൽ ഈ അൾത്താര കണ്ടെത്തിയ ചരിത്രകാരനായ ഇല്യ ബെർക്കോവിച്ച് പറഞ്ഞു. അദ്ദേഹവും ഇസ്രായേൽ പുരാവസ്തു വിഭാഗത്തിലെ അമിത് റിയോമും ചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സ്ലാബിനടിയിൽ നിന്ന് ഈ അൾത്താര കണ്ടെത്തിയത്. റോമൻ വാസ്തുകല ഉപയോഗിച്ച് നടത്തിയ അൾത്താരയിലെ അലങ്കാരങ്ങൾ റോമാ നഗരവും ജെറുസലേമും തമ്മിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ തെളിവാണ് നൽകുന്നത്. കർത്താവിൻ്റെ കുരിശുമരണവും അടക്കവും ഉദ്ധാനവും നടന്ന ഇടമെന്ന നിലയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന ദേവാലയങ്ങളിലൊന്നാണ് ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയം അഥവാ ഉദ്ധാന ദേവാലയം.